കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക് ചേരുന്നു. വസന്ത്, ആദ്യം നമ്മൾ അഡ്വക്കേറ്റ് അസഫ് അലിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് പിന്തുണയ്ക്കുന്നില്ല. രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെ വേണം പോലീസ് മേധാവിയെ തീരുമാനിക്കാൻ, ഇൻചാർജ് എന്ന് പറയുന്ന ഒരു ആശയം ഇല്ല എന്ന് പറയുമ്പോഴും 7 സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം ഈ കാര്യത്തിൽ, നിയമവശങ്ങളും കൂടി അറിയുന്ന ഒരാളായ സ്ഥിതിക്ക്? അല്ല, സ്വാഭാവികമായും വിവിധ ഘട്ടങ്ങളും വിവിധ മാനദണ്ഡങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ 7 സംസ്ഥാനത്തിൽ നടപ്പിലാക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു 7 പഞ്ചായത്തിൽ എല്ലാ ദിവസവും രാവിലെ കൊലപാതകവും റേപ്പും നടക്കുന്നുണ്ട്. അതുകൊണ്ട് 8ാമത്തെ പഞ്ചായത്തിൽ നടപ്പിലാക്കാം എന്നുണ്ടോ? അപ്പൊ അതിനെ ചലഞ്ച് ചെയ്യേണ്ടവർ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പോ ഈ 7 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി എന്നതിന്റെ പേരിലല്ലല്ലോ നടപ്പിലാക്കുന്നത്. അവർക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ നടത്താൻ വേണ്ടി സർക്കാരിന് വേണ്ടി ഏത് കൊള്ളരുതായികയും കാണിക്കുന്ന, ഏത് മാമാപ്രവർത്തനവും ചെയ്യാൻ തയ്യാറായിട്ടുള്ള, സർക്കാരിന് വേണ്ടി തലയിൽ മുണ്ടിട്ട് രാത്രി എന്ത് കച്ചവടവും നടത്താൻ, രാഷ്ട്രീയ കച്ചവടങ്ങളും നടത്താൻ, വിലപേശലുകളും നടത്താൻ, ഏത് വീടിന്റെ മതിലും ചാടിക്കിടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പോലീസ് നായയെ, അങ്ങനെ പറയാൻ പറ്റും, പോലീസ് നായകൾക്ക് പോലും അപമാനമാണ്. ഇനി നാളെ അവരെനിക്കെതിരെ ഡിഫമേഷൻ കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സർക്കാരിന്റെ എന്താ പറയുന്നത്, ഒരു പോലീസ് നായയായ ഒരു ഇഷ്ടപ്പെട്ട പെറ്റായ ഒരാളെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാനദണ്ഡങ്ങളെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയുള്ളതിനെ സ്വാഭാവികമായും കോടതികളിൽ തന്നെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാവും. എന്താണ് സർക്കാരിന് ഇത്ര വാശി? എന്തുകൊണ്ടാണ് ഇത്ര നിർബന്ധം? കാരണം സർക്കാരിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള കൊള്ളരുതായികൾ, സർക്കാരിന് വേണ്ടി ചെയ്തിട്ടുള്ള പിമ്പിങ്, പൊളിറ്റിക്കൽ പിമ്പിങ്, സർക്കാരിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള RSS മേധാവി ഇപ്പം ദത്താത്രേയ ഹൊസബുള്ളയെ പോയി കണ്ട ആരാണെന്ന് നമുക്കറിയാലോ. ഇപ്പൊ ഹൊസബുള്ള വലിയ വാർത്താ പ്രാധാന്യം എത്തുന്നു, ഹൊസബുള്ളക്കെതിരെ CPM പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതേ ദത്താത്രേയ ഹൊസബുള്ളയെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാത്രി തലയിൽ മുമ്പിട്ടിട്ട് പോയി കണ്ടത് ഇതേ പോലീസ് കിങ്കരനായിരുന്നല്ലോ. അപ്പൊ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി, അയാൾക്ക് ആവശ്യത്തിനുള്ള അരിമണികൾ കൊടുക്കാൻ വേണ്ടി കൃത്യമായി ഫീഡിങ് ദ ബ്രെഡ് എന്ന് പറയാം, അങ്ങനെ കൃത്യമായി ബ്രെഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി സർക്കാർ ഒരു ഇല്ലാത്ത കീഴ്വഴക്കവുമായി മുമ്പോട്ട് പോയാൽ അതിനെ തെരുവിലും കോടതിക്കുള്ളിലും സഭയ്ക്കുള്ളിലും നേരിടാൻ പ്രതിപക്ഷം തയ്യാറാകും എന്നതിൽ സംശയം വേണ്ട. പിന്നെ സർക്കാർ ഒരു മനോവ്യതയിലാണ്, ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോ ഇയാളെ ഒട്ട് സംരക്ഷിക്കാതിരിക്കാനും പറ്റില്ല. അതിനുവേണ്ടി ഏത് വഴിയിലൂടെ പോകണ്ട, എങ്ങനെ ചീഞ്ഞ് നാറിയാലും നിലവിലെ അവസ്ഥയിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കിങ്കരന്മാരെയും സംരക്ഷിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സർക്കാർ. കാര്യം നാളെ എപ്പോഴേലും ഈ സർവീസിൽ നിന്ന് വെളിയിലിറങ്ങി അജിത് കുമാർ ഒരു ആത്മകഥ എഴുതിയാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ബിംബം ഈ മറ്റേ ഇതാണല്ലോ കാലകേയനോ അങ്ങനെയൊക്കെയാണല്ലോ അവതരിപ്പിക്കുന്നത്. ഇപ്പോ ദ ലെജൻഡ് എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. ആ ബിംബം നിലത്ത് വീണ് ചെളിക്കുഴിയിൽ വീണ് തച്ച് തകർന്ന് നാറ്റത്തിന് മേൽ നാറ്റം വമ്പിപ്പിക്കുന്ന രീതിയിലേക്കായി പോകും. കാര്യം അത്രത്തോളം ഈ പാർട്ടിയെ, ഈ സർക്കാരിനെ, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിൽ വലിയ പങ്ക് പിണറായി വിജയൻ വഹിച്ചിട്ടുണ്ട്. അതിന് കുടപിടിച്ചത്, അതിന് കൂട്ടുനിന്നത്, തൃശ്ശൂരടക്കമുള്ള സീറ്റ് കച്ചവടം നടത്താൻ വേണ്ടി ദല്ലാൾ പണി ചെയ്തത് ഈ അജിത് കുമാറാണ്. ആ ദല്ലാളിനുള്ള കമ്മീഷൻ കൊടുക്കുക. നമ്മൾ നാട്ടിൽ പറയില്ലേ, ഈ മറ്റേ വസ്തു കച്ചവടം നടത്തിയാൽ ദല്ലാളിന് 3% കമ്മീഷൻ. ആ 3% കമ്മീഷനാണ് ഇപ്പൊ നടപ്പിലാക്കാൻ നോക്കുന്നത്. പക്ഷെ അത് ഇവിടുത്തെ ചട്ടങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണെങ്കിൽ വളരെ കൃത്യമായി ഈ പോലീസ് മാനുവൽ അടക്കമുള്ള ഈ രാജ്യത്തെ വിവിധ നിയമങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങളും റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സും അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ കോടതിയിലും സഭയ്ക്കുള്ളിലും തെരുവിലും നേരിടാൻ പ്രതിപക്ഷം തയ്യാറാവും. വസന്ത്, അതായത് ഇപ്പോൾ ഈ ഒരു ചുരുക്ക പട്ടിക കൊടുത്തത് ഒരു ചീഫ് സെക്രട്ടറി, UPSC ചെയർമാൻ ഒക്കെ ഉൾപ്പെടെയുള്ളൊരു സമിതി ചേർന്ന് ഒരു 3 അംഗ ചുരുക്ക പട്ടിക കൊടുക്കുകയാണ്. അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതെല്ലാം മറികടന്ന് 4മതൊരാളിലേക്ക് പോവുകയാണ് അവർ. അങ്ങനെ 4മതൊരാളിലേക്ക് പോകുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം കൂടെ ഇല്ലേ? ഈ 3 പേർക്കുള്ള പോരായ്മ, 4മതൊരാൾ എന്തിനു വന്നു, അതിൻ്റെ ഒരു നിയമവശം എങ്ങനെയായിരിക്കും? ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരം ഒരു സാഹചര്യം സർക്കാർ അവിടെ വിശദീകരിക്കേണ്ടി വരില്ലേ? ആരോടൊക്കെയാണ് ആ വിശദീകരണം നൽകേണ്ടി വരിക? സ്വാഭാവികമായും ഒരു സമിതി അങ്ങ് സൂചിപ്പിച്ചതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സമിതിയായിട്ട് തന്നെ നമുക്ക് അതിനെ പരിഗണിക്കേണ്ടതായി വരും. അവർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് DGPയെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡത്തെ അട്ടിമറിച്ചുകൊണ്ട് സർക്കാരിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ
സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെ നമ്മൾ ഒരിടത്തും കേട്ടിട്ടില്ല. ആ കീഴ്വഴക്കമില്ലായ്മയെ ഇതിൽ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും അത് ഉണ്ടാകാൻ പോകുന്നത് ഈ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രതിപക്ഷം കോടതിയിലേക്ക് പോകുന്നു. പ്രതിപക്ഷം മാത്രമല്ലെന്നേ, സ്വാഭാവികമായും അവരുടെ അർഹതപ്പെട്ടവർ, അതായത് സ്വന്തമായി മാനദണ്ഡം ഉണ്ടായിട്ടും DGP ആകാൻ സാധിക്കാതെ പോകുന്നവർ, അങ്ങനെയുള്ളവർ കോടതിയെ സമീപിക്കില്ലേ? ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കുള്ളിൽ 2 ചേരിയുണ്ട്. ഒന്ന് അജിത് കുമാറിനെ DGP ആയി നിലവിൽ സ്ഥാനം കൊണ്ടല്ല പവർ കൊണ്ട് DGP ആയി അംഗീകരിക്കുന്ന ഒരു വിഭാഗം ഇതിന്റെ അകത്തുണ്ട്. 2 നിലവിലെ DGPക്ക് അനുകൂലമായി സെക്യുലറായി വളരെ മാന്യമായി കിട്ടുന്ന പൈസയ്ക്കുള്ള പണി ചെയ്യുന്ന നല്ലവരായ ഉദ്യോഗസ്ഥർ ഒരു വിങ്ങുണ്ട്. ഈ 2 വിങ്ങും തമ്മിൽ നിലവിൽ ഇൻസൈഡ് പൊളിറ്റിക്സ് നടപ്പുണ്ട് പോലീസ് സേനയ്ക്കുള്ളിൽ. അപ്പൊ സ്വാഭാവികമായും ഈ മാനദണ്ഡങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ ഒരു നൂലിൽ കെട്ടിയിറക്കൽ നടത്തിയാൽ പോലീസ് സേനയുടെ ഉള്ളിൽ നിന്ന് തന്നെ, എന്തിനേറെ പറയുന്നു, അടുത്ത DGP റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ അർഹരായിട്ടും അവഗണിക്കപ്പെടുന്നവർ തന്നെ കോടതിയെ സമീപിക്കും. അത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വലിയ നിയമവ്യവഹാരങ്ങളിലേക്ക് കടന്നു പോകും. അപ്പൊ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാം. 2 പ്രശ്നങ്ങളാണ് സർക്കാരിന്റെ ഈ ഒരു നയം കൊണ്ടുണ്ടാകുന്നത്. ഒന്ന്, അങ്ങനെ പ്രഖ്യാപിച്ചാൽ പോലും അത് നിയമവ്യവഹാരങ്ങളിലൂടെ കടന്നുപോയി തിരിച്ചു വരുമ്പോൾ അത് ഫ്രീസ് ചെയ്യപ്പെടും. അപ്പൊ അത്രയും കാലം ഈ പറയുന്ന പോസ്റ്റിംഗ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാവുകയും അതിന്റെ പൈസ ഈ പൊതുഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടതായി വരും. 2, ഈ പറഞ്ഞ ചേരിതിരിവ് സംസ്ഥാന പോലീസിനുള്ളിൽ വളരെ കൃത്യമായി ഇപ്പോഴുണ്ട്. അത് കൂടുതൽ ശക്തി പ്രാപിക്കും. ആ ചേരിതിരിവ് ഉണ്ടാകുന്നതോടുകൂടി സർക്കാരിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലീസിന് മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. ഓൾറെഡി സംഘടനാ പ്രവർത്തനം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ പോലീസ് സേനയ്ക്കുള്ളിൽ അഴിഞ്ഞാടുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പോലീസ് സേനയ്ക്കുള്ളിലെ CPM പ്രവർത്തകർ തന്നെ 2 തട്ടിലാണ് നിലവിലുള്ളത്. ആ അവസ്ഥ വളരെ പ്രതിസന്ധിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിന്റെ കൺട്രോൾ, പോലീസിന് മേലുള്ള കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യും. ശരി, വസന്ത് സെറിയേക്കാണ് വിശദാംശം നമ്മൾ സംസാരിച്ചത്. കോൺഗ്രസ് നേതാവ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.